ഹായ് ഓൾ, വെൽക്കം ടു സി സി ബാങ്ക്. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പോൾ നമുക്ക് CSEB ക്ലർക്ക് ക്യാഷർ എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ അടുത്ത എക്സാമിന്റെ ഡേറ്റ് കൂടി വന്നു. ഈ കഴിഞ്ഞ എക്സാമുകളെല്ലാം തന്നെ നമ്മുടെ സിലബസിന്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ പോലും കമ്മിറ്റികളിൽ നിന്നും അവരുടെ മേജർ റെക്കമെൻഡേഷൻസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ എക്സാമുകളിലെല്ലാം തന്നെ എന്തുണ്ടായിരുന്നു? ഓരോ കമ്മിറ്റി അല്ലെങ്കിൽ അവരുടെ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന ഒരു സ്പെഷ്യൽ കൊട്ടേഷൻ, ഈ ഒരു പാറ്റേൺ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഇനിയുള്ള നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 2 കമ്മിറ്റികളാണ് നോക്കുവാനായിട്ട് പോകുന്നത്. അപ്പം ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് ഇനി വീണ്ടും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എല്ലാവരും കാണുക. അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന കമ്മിറ്റിയാണ് കോഓപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി. ഈ ഒരു പ്ലാനിംഗ് കമ്മിറ്റി അതിന്റെ ഹെഡ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഓർത്തിരിക്കാം? പ്ലാനിംഗ് ഒന്നും ശരിയല്ല, നമ്മുടെ പ്ലാനിംഗ് ഒന്നും ശരിയല്ല എന്ന് ഓർക്കുക. അപ്പം പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? സരയ്യ RG സരയ്യാണ് പ്ലാനിംഗ് കമ്മിറ്റി, കോഓപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ടുള്ളത്. ഇവരെ അപ്പോയിന്റ് ചെയ്തത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്. ഏത് വർഷമാണ്? 1945 ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് കോഓപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി. സരയ്യ ആയിരുന്നു അതിന്റെ ഹെഡ് ആയിട്ടുണ്ടായിരുന്നത്. ഇനി അവരുടെ മേജർ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്? കഴിഞ്ഞ എക്സാമുകൾക്കെല്ലാം നമുക്ക് ചോദ്യം വന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണല്ലേ. ഒന്നാമത്തെ റെക്കമെൻഡേഷൻ ആണ് കൺവേർട്ട് ക്രെഡിറ്റ് സൊസൈറ്റി ടു മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ക്രെഡിറ്റ് സൊസൈറ്റീസിനെ മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നതായിരുന്നു അവരുടെ മേജർ റെക്കമെൻഡേഷൻസിൽ ഒന്ന്. അടുത്തത് ഫ്രോസൺ അസറ്റ്സ് ഓഫ് ദി മെമ്പേഴ്സ് സച്ച് സൊസൈറ്റി ടു ബി ലിക്വിഡേറ്റഡ്. അടുത്തത് സെറ്റിംഗ് അപ്പ് ഓഫ് മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻ. ഇത് നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് അല്ലെ. മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യുക എന്നതും നമ്മുടെ സരയ്യ കമ്മിറ്റിയുടെ ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു. ഇനി ഫോർമേഷൻ ഓഫ് സ്പെഷ്യൽ ടൈപ്പ് സൊസൈറ്റീസ് സച്ച് എസ് ഇൻഷുറൻസ്, ഹൗസിംഗ്, ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എക്സെട്ര. അതായത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സൊസൈറ്റീസ്, നമുക്ക് ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അത് ക്രെഡിറ്റ് സൊസൈറ്റീസ് അല്ലാതെ ഇൻഷുറൻസ് സൊസൈറ്റി, ഹൗസിംഗ് സൊസൈറ്റി, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ തുടങ്ങുക എന്നുകൂടി എന്ത് ചെയ്തിരുന്നു? നമ്മുടെ ഈ ഒരു പ്ലാനിംഗ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിരുന്നു. ഇനി സ്റ്റേറ്റ് എയ്ഡ് ഇൻ ഫിഷിംഗ് ഇൻഡസ്ട്രി ത്രൂ കോഓപ്പറേഷൻ. ഫിഷിംഗ് ഇൻഡസ്ട്രിക്ക് ഗവൺമെന്റ് എന്ത് ചെയ്യണം? സഹായങ്ങൾ കൊടുക്കണം. അത് ഏത് വഴിയാണ് കൊടുക്കേണ്ടത്? കോഓപ്പറേറ്റീവ്സ് വഴി, അതായത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് വഴി നമ്മുടെ ഫിഷിംഗ് ഇൻഡസ്ട്രീസിന് വേണ്ട സഹായങ്ങൾ നൽകുക. ഇപ്പൊ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, നമുക്ക് ഒരുപാട് ഫിഷിംഗ് സൊസൈറ്റി അല്ലെങ്കിൽ ഫിഷറീസുമായി ബന്ധപ്പെട്ട സൊസൈറ്റീസ് ഉണ്ട് അല്ലെ. ഇനി ആറാമത്തെ റെക്കമെൻഡേഷൻ ആണ് അൺലിമിറ്റഡ് ലയബിലിറ്റി ചേഞ്ച് ടു ലിമിറ്റഡ് ലയബിലിറ്റി. അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസിനൊക്കെ എന്ത് ചെയ്യണമായിരുന്നു? ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമായിരുന്നു. അവർ ലയബിലിറ്റി ചേഞ്ച് ചെയ്യണം എന്നുകൂടി എന്ത് ചെയ്തു? നമ്മുടെ ഈ ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സരയ്യ കമ്മിറ്റിനെ അപ്പോയിന്റ് ചെയ്തത് ആരാണ്? നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്തത്. ചെയർമാൻ ആരാണ്? RG സരയ്യ. കമ്മിറ്റിയുടെ മറ്റൊരു പേര് കോഓപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി എന്നാണ്. ഇനി അവരുടെ മേജർ റെക്കമെൻഡേഷൻസ് ഒന്ന് നമ്മൾ ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്നാമത്തത് നമുക്ക് പറയാം മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻ. നമുക്ക് മനസ്സിലോട്ട് ആദ്യം വരുന്നത് മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻ വരുന്നു. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൊസൈറ്റീസിന് എന്ത് ചെയ്യണം? നമ്മുടെ മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതുപോലെ നമ്മുടെ സ്പെഷ്യൽ സൊസൈറ്റീസ്, അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്, അതുപോലെ ഇൻഷുറൻസ് സൊസൈറ്റി, ഹൗസിംഗ് സൊസൈറ്റി പോലുള്ളവ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നൊക്കെ എന്ത് ചെയ്തു? ഈ ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. നമുക്ക് എപ്പോഴും നമ്മളെ സംബന്ധിച്ച് നമ്മൾ കാണാപ്പാഠം പഠിച്ചിട്ട് പോകുന്ന 2 കമ്മിറ്റികൾ ഏതൊക്കെയാണ്? ഒന്ന് ക്രാഫിക്കാർഡ് കമ്മിറ്റി. ക്രാഫിക്കാർഡിനെ നമ്മൾ ഓർക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയും ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. ഈ കമ്മിറ്റികൾ അല്ലാതെ നമുക്ക് മറ്റു കമ്മിറ്റികളിൽ നിന്നുകൂടി ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനി പോകുമ്പോൾ, അടുത്ത എക്സാമിന് പോകുമ്പോൾ, ഓരോ കമ്മിറ്റിയും അവരുടെ ചെയർമാൻ, അവരുടെ കാലഘട്ടം, അവരുടെ മേജർ റെക്കമെൻഡേഷൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, ഇതിന്റെ കൂടുതൽ വീഡിയോസ്, അതായത് ഓരോ പാർട്ടായി ഓരോ കമ്മിറ്റികളുടെ വീഡിയോസുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. ഇനിയിപ്പോ നമുക്ക് അടുത്ത കമ്മിറ്റി നമുക്ക് നോക്കാം. അടുത്ത കമ്മിറ്റിയിലോട്ട് പോകുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞു ഓരോ എക്സാമിനും എന്തുണ്ട്? കമ്മിറ്റിയിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ട്. ഓരോ എക്സാമിനും ക്വസ്റ്റ്യൻസിന്റെ അകത്ത് മാറ്റങ്ങൾ വരുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്, ചോദ്യങ്ങൾ പാറ്റേണിൽ മാറ്റം വരുന്നുണ്ട്, ചോദ്യങ്ങൾ വരുന്ന വഴി, അതായത് ചോദ്യങ്ങൾ വരുന്ന ഏരിയയിൽ നിന്നും വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഏത് തന്നെ ആയാലും, എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു 6 month ബാച്ച് അല്ലെങ്കിൽ ബിഗിനേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 6 മാസം
ഡ്യൂറേഷൻ ആണ് നമ്മുടെ ഒരു 6 month കോഴ്സിന് വരുന്നത്. ഇപ്പൊ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഇപ്പം തുടക്കക്കാർക്ക് പോലും ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് ഫെബ്രുവരി മാസമാണ്. ഇനി മാർച്ച് മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡിഗ്രിയുടെ എക്സാമുകളൊക്കെ കഴിയൂലേ. അപ്പൊ ഈ തവണ ബികോം കോർപ്പറേഷൻ കഴിഞ്ഞിറങ്ങുന്ന കുറച്ച് ആളുകളുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് പോലും ഈ ഒരു 2026 തീരുന്നതിന് മുൻപ് സഹകരണ മേഖലയിൽ നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു ബാങ്കിൽ നിങ്ങൾക്ക് സ്ഥിര ജോലി മേടിക്കുവാനായിട്ടുള്ള അവസരമാണ് നമ്മൾ ഒരു 6 month ബാച്ച് കൊണ്ട് നിങ്ങൾക്ക് മുൻപിലോട്ട് വെച്ച് നീട്ടുന്നത്. അതായത് 6 മാസം കൊണ്ട് നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കുകയാണ്. നമ്മൾ A to Z കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു കോച്ചിങ്ങിന് ചേരുകയാണെങ്കിൽ നമുക്ക് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ആ ഒരു കാലഘട്ടം നമുക്കുണ്ട് പഠിക്കാനായിട്ട്. ഇതിനിടയിൽ എന്തുണ്ടാവും? നിങ്ങളുടെ റിസൾട്ട് വരും. നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും? നമ്മുടെ CSEBയുടെ നോട്ടിഫിക്കേഷൻ കൂടി വരും. ക്ലർക്ക് അഷറിന്റെ ആയിക്കോട്ടെ, അസിസ്റ്റന്റ് സെക്രട്ടറി ആയിക്കോട്ടെ, പുതിയ നോട്ടിഫിക്കേഷനും വരും. നമ്മളൊരു ജൂൺ മാസത്തേക്ക് അതിന്റെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നു എന്ന് വിചാരിക്കുക. ജൂലൈ, ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് എക്സാം കഴിയുന്നു. പിന്നെ പിറ്റേ മാസം സെപ്റ്റംബർ, ഒക്ടോബറിലേക്ക് ഇന്റർവ്യൂ. ഡിസംബർ ആകുമ്പോഴത്തേക്ക് റാങ്ക് ലിസ്റ്റ് വന്നൊക്കെ അപ്പോയിന്റ്മെന്റ് മേടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇനി വേണ്ടത് ചിട്ടയായ പരിശീലനമാണ്. കഴിഞ്ഞ എക്സാമുകൾക്ക് കട്ട് ഓഫ് മറികടക്കാൻ പറ്റിയില്ല എന്ന് നിരാശപ്പെട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് നമ്മൾ 3 month ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഒരു നമ്പർ 89 21 44 0580 എന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അതുപോലെ നമ്മുടെ ക്ലാസ്സിലെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്, PDF നോട്ടുകൾ, സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ ഒരു ബാച്ചിലുണ്ട്. അപ്പൊ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഒരു നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കമ്മിറ്റിയാണ് നിജലിംഗപ്പ കമ്മിറ്റി. കപ്പ, നിജലിംഗപ്പ എന്താണ്? കപ്പ നമ്മൾ എന്തെങ്കിലും കൃഷി ചെയ്യുകയാണ് അല്ലെ. ഈ ഒരു കാര്യം ഓർത്തു വെച്ചോ. കപ്പ നമ്മൾ കൃഷി ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു നിജലിംഗപ്പ കമ്മിറ്റിനെ അപ്പോയിന്റ് ചെയ്തത് 1959 ജൂൺ മാസം 17-ാം തീയതി 17/6/1959 ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? S നിജലിംഗപ്പയാണ്. അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് ഈ ഒരു കമ്മിറ്റിനെ അപ്പോയിന്റ് ചെയ്തത്. ഇതിന്റെ മെമ്പർ സെക്രട്ടറി ആരായിരുന്നു? MB ഭാർഗവ. നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഒരു മെമ്പർ സെക്രട്ടറി ചോദിക്കാറുണ്ട് അല്ലെ, NSR ശാസ്ത്രി ഉത്തരവായിട്ട് വരുന്നത്. അതുപോലെ എന്ത് ചെയ്യണം? ഇതിന്റെ മെമ്പർ സെക്രട്ടറി ആരാണ്? MB ഭാർഗവയാണ്. ഇനി ഇവരുടെ മേജർ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്? നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഒന്ന്, ഓർഗനൈസേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി. ഞാൻ ആദ്യം പറഞ്ഞു കപ്പ നമ്മൾ എന്ത് ചെയ്യാണ്? കൃഷി ചെയ്യുകയാണ്. അപ്പൊ ഏറ്റവും വലിയ റെക്കമെൻഡേഷൻ എന്താണ്? ഫാമിംഗ് സൊസൈറ്റി. ഇത് PYQ ആണ്. ഫാമിംഗ് സൊസൈറ്റീസിനെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണ്? നിജലിംഗപ്പ കമ്മിറ്റിയാണ്. ഇനി ഫ്ലെക്സിബിലിറ്റി ഇൻ ഓർഗനൈസേഷൻ, വോളണ്ടറി മെമ്പർഷിപ്പ് ആൻഡ് മോർ ദാൻ 1 സൊസൈറ്റി ഇൻ എ വില്ലേജ് ഇഫ് റിക്വയർഡ്. അതായത് ഒരു വില്ലേജിൽ ആവശ്യമെങ്കിൽ ഒന്നിലധികം സൊസൈറ്റീസ് വേണമെന്ന് എന്ത് ചെയ്തിരുന്നു? ഈ ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിരുന്നു. ഇനി ഡിസിഷൻ മേക്കിംഗ് പവർ ടു വെസ്റ്റ് വിത്ത് ജനറൽ ബോഡി ഇഫ് റിക്വയർഡ് സബ് കമ്മിറ്റി ഫോർ ഡിഫറെന്റ് സബ്ജക്ട് വെയർ മെമ്പർഷിപ്പ് ഈസ് ലാർജ്. എന്താണ് പറയുന്നത്? ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്? ജനറൽ ബോഡി ആയിരിക്കണം. എന്നാൽ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരുപാട് മെമ്പേഴ്സ് ഉള്ള സൊസൈറ്റികളിൽ എന്ത് വേണം? സബ് കമ്മിറ്റികൾ എന്ത് ചെയ്യാം? രൂപീകരിക്കാം എന്നുകൂടി ഈ ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. ഡിഫറെന്റ് ഓരോ സബ്ജക്റ്റിനും ഓരോ സബ് കമ്മിറ്റികൾ കൂടി എന്ത് ചെയ്യാൻ പറ്റും? എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. ഒരു കണ്ടീഷനാണ് പറഞ്ഞത്. എന്താണ്? മെമ്പർഷിപ്പ് ലാർജ് ആണെങ്കിൽ, ഒരുപാട് ആളുകൾ ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അംഗങ്ങളായിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് സബ് കമ്മിറ്റികൾ രൂപീകരിക്കുവാനായിട്ട് പറ്റുക എന്ന് അദ്ദേഹം റെക്കമെൻഡ് ചെയ്തു. ഇനി മോഡൽ ബൈലോ പ്രിസ്ക്രൈബ് ചെയ്തു. മോഡൽ ബൈലോ പ്രിസ്ക്രൈബ് ചെയ്ത കമ്മിറ്റിയുമാണ് ഇത് നിജലിംഗപ്പ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ ക്ലാസ്സിൽ 2 കമ്മിറ്റികളാണ് നോക്കിയത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഓരോ എക്സാമിനും കമ്മിറ്റികളിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ട്. ഇനി വരുന്ന എക്സാമുകൾക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ കമ്മിറ്റിയുടെ ഭാഗങ്ങൾ നോക്കിയിട്ട് പോവുക. അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ലിങ്ക് എന്ത് ചെയ്തിരിക്കാം? നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്തിരിക്കാം. അതുകൂടി നിങ്ങൾ എന്ത് ചെയ്തേക്കുക? ഫോളോ ചെയ്തേക്കുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്